നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അനുഭവം ഭീകരവും അതിഭയാനകവുമാണ്. ഒരു പ്രവാസിയുടെ അനുഭവം ഇപ്പോൾ ഏറെ വൈറലായിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും പിതാവിന്റെ ചേതനേറ്റ മുഖം വീഡിയോയിൽ കാണേണ്ടി വന്ന ഒരു പ്രവാസിയുടെ കരളലിയിപ്പിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പിതാവിന്റെ ചേതനേറ്റ മുഖം വീഡിയോ കോളിലൂടെ അവസാനമായി കാണേണ്ടി വന്ന ആ പ്രവാസി യുവാവ് കൊറോണ കാലത്ത് ഏറെ വേദനകൾ സമ്മാനിക്കുകയാണ്, അതും നമ്മുടെ പ്രവാസികൾക്ക്. ലിനോ ആബേൽ എന്ന യുവാവാണ് താൻ നേരിട്ട അനുഭവങ്ങളും കടന്നുപോയ അവസ്ഥകളും തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രവാസ ലോകത്തോട് പങ്കുവച്ചിരിക്കുന്നത്. ഇത് കൊറോണയുടെ കാലമാണ്. ഈ കാലത്ത് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ. ലിനോ ആബേലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മിസ് യു അച്ചാച്ച. എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്ന് വായിക്കാൻ ഇത്തിരി സമയം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ലൈക്ക് ചെയ്യാനല്ല, മറ്റൊരാൾക്കും ഒരു ഇൻസ്പിറേഷൻ ആകാൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ലൈവായി വീഡിയോ ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ അല്ലാത്തത് കൊണ്ടാണ് എഴുതിയത്. ഞാൻ ലിനോ ആബേൽ. മാർച്ച് 7 രാവിലെയാണ് എൻ്റെ ചേട്ടൻ്റെ മെസ്സേജ് കാണുന്നത്. പെട്ടെന്ന് വിളിക്കുക, അത്യാവശ്യമാണ്. പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടിലേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് അച്ചാച്ചൻ, അതായത് അച്ഛൻ, രാത്രിയിൽ കട്ടിലിൽ നിന്ന് ഉറക്കത്തിൽ താഴെ വീണ് സീരിയസ് ആണെന്ന്. തൊടുപുഴയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണെന്നും പറഞ്ഞു. പിന്നീട് വിളിച്ചപ്പോൾ കാഷ്വാലിറ്റിയിലാണെന്നും സ്കാൻ ചെയ്തപ്പോൾ ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്നും പറഞ്ഞു. എൻ്റെ കമ്പനിയിൽ പറഞ്ഞപ്പോൾ തന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. നാട്ടിലെ കൊറോണ വാർത്തകൾ കാണുകയും എത്തുവാൻ പറ്റുമോ എന്നും അറിയില്ലായിരുന്നു. എങ്കിലും രാത്രിയിൽ ഖത്തറിൽ നിന്നും യാത്ര തിരിച്ചു. 8-ാം തീയതി രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തുകയും ഫ്ലൈറ്റ് ഫോം ഫിൽ ചെയ്ത് ഏൽപ്പിക്കുകയും ചെയ്തു. എനിക്കപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ടെമ്പറേച്ചർ നോർമൽ ആയിരുന്നു. മാസ്ക് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ യൂസ് ചെയ്തിരുന്നു. തൊടുപുഴയിൽ നിന്നും N95 മാസ്ക് ഞാൻ വാങ്ങിച്ചിരുന്നു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നത് കൊണ്ട് ആരുടെയും ദേഹത്ത് തൊടാതിരിക്കാൻ മകലം പാലിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവിടെ നിന്നും കോട്ടയം എത്തുകയും ചേട്ടനുമായി സംസാരിക്കുകയും ചെയ്തു. ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നത് കൊണ്ട് അച്ഛനെ കാണാൻ നിന്നില്ല. അപ്പോൾ അച്ഛൻ വെന്റിലേറ്ററിലായിരുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറുതായി ചുമയ്ക്കുകയും തൊണ്ടയിൽ എന്തോ പോലെ തോന്നുകയും ചെയ്തു. ആദ്യം വേണ്ട എന്ന് തോന്നി. പക്ഷേ ഞാൻ കാരണം എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ ചുറ്റുമുള്ളവരും ഓർത്തപ്പോൾ കൊറോണ സെക്ഷനിൽ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ കൊറോണ സെക്ഷനിൽ ബന്ധപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു, ഖത്തർ എല്ലായിടത്തും കൊറോണ സ്പ്രെഡ് ആകുന്നത് കൊണ്ട് സ്കൂൾ, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ ഇവിടെ നിന്ന് ഖത്തറിലേക്കുള്ള യാത്രയും താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നും പറയുകയുണ്ടായി. അവിടെ നിന്നും എന്നെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഏകദേശം 10:30 അച്ഛനൊരു സ്ട്രോക്ക് ഉണ്ടാക്കുകയും മരണപ്പെടുകയും ചെയ്തു. ഇവിടെ ഐസൊലേഷൻ വാർഡിൽ നിന്നും ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുകയില്ലെന്നും അറിയിച്ചു. കരയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് കാണാൻ പറ്റാതിരിക്കുന്നത് ഭീകരമാണ്. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നു. കട്ടിലിൽ നിന്ന് വീണത് കൊണ്ട് തന്നെ. ഞാൻ കിടന്നിരുന്ന റൂമിൽ മുൻവശത്ത് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റൂം ഉണ്ടായിരുന്നത്. 10-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അച്ഛനുമായി ആംബുലൻസ് പോകുമ്പോൾ ജനലിൽ കൂടി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ വീഡിയോ കോൾ ചെയ്താണ് ഞാൻ അച്ചാച്ചനെ അവസാനമായി കണ്ടത്. ഒരുപക്ഷെ ഞാൻ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അച്ചാച്ചനെ കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഞാനായിട്ട് രോഗമുണ്ടെങ്കിൽ പടർത്തില്ല എന്നുറപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അപ്പനെ കാണാൻ പറ്റാതിരുന്നത്. ദയവായി പ്രവാസികൾ അടുത്തുള്ള മെഡിക്കൽ ഓഫീസിൽ അറിയിക്കുക. കുറച്ച് ദിവസങ്ങൾ ഇതിനായി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സുഖമായി കഴിയാം. ഐസൊലേഷൻ വാർഡ് ഇസ് നോട്ട് എ കൺസെൻട്രേഷൻ ക്യാമ്പ്. ഇപ്പോഴും ഐസൊലേഷൻ റൂമിലാണ് നെഗറ്റീവ് റിസൾട്ട് വരുന്നതും കാത്ത്. ഒരുപക്ഷെ നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ആവും എനിക്കും ഒരുപാട് സങ്കടമാവുക. ഇന്ന് 12 മാർച്ച് 2020, ടൈം 7:10. ലിനോ ആബേൽ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.